ഹലോ ഫ്രണ്ട്സ്, ചെമ്മനീർ പൂവ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി കിടുക്കാച്ചി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചെടുക്കുകയാണ് ഈ എപ്പിസോഡിൽ കേട്ടോ. അങ്ങനെ ഇത്രയും നാളും നമ്മൾ കാത്തിരുന്ന ഒരു കാര്യമാണ്. ശ്രുതി ആരാണെന്നുള്ള വിവരം ചന്ദ്രയും അതുപോലെ ശ്രുതിയും ഒക്കെ ഒന്ന് അറിയണം. ശ്രുതിയുടെ ആ കള്ളത്തരങ്ങളെല്ലാം ഒന്ന് പുറത്തു വരണം എന്നുള്ളത്. ഏതായാലും ഈ എപ്പിസോഡിൽ നമ്മൾ ആ വിവരങ്ങളൊക്കെ പുറത്ത് വരികയാണ് കേട്ടോ. അങ്ങനെ അധികം താമസിക്കാതെ തന്നെ ശ്രുതിയുടെ എല്ലാ കള്ളത്തരങ്ങളും അങ്ങ് വെളിച്ചത്ത് വരികയാണ് ചെയ്യുന്നത്. നമ്മുടെ സച്ചി തന്നെയാണ് കേട്ടോ ഇന്ന് ബീരാനെ കൊണ്ടുവന്ന് എല്ലാവരുടെയും മുമ്പിൽ നിർത്തുന്നത്. അങ്ങനെ ബീരാനെ കയ്യോടെ പൊക്കി ചന്ദ്രയുടെയും അതുപോലെ മറ്റുള്ളവരുടെയും എല്ലാ മുമ്പിൽ കൊണ്ടു നിർത്തി സത്യങ്ങളൊക്കെ പറയിപ്പിക്കുന്നുണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനാരും മറക്കല്ലേ. അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ബീരാനെ പിടിക്കുന്ന ഒരു സംഭവത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാത്തിരുന്ന നിമിഷത്തിലേക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ ഒരു ബന്ധു, സച്ചിയുടെയും കുടുംബത്തിൻ്റെയൊക്കെ ഒരു ബന്ധു ഉണ്ടല്ലോ, അശോകൻ്റെ മോളുടെ വിവാഹമാണല്ലോ. അങ്ങനെ അശോകൻ്റെ മോളുടെ വിവാഹത്തിന് എല്ലാവരും പോവുകയാണ് കേട്ടോ. ശ്രുതിയും ചന്ദ്രയും അങ്ങനെ എല്ലാവരും അവിടെ പോകുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ ബീരാനെ അവിടെ വെച്ച് പിടികൂടുന്നതും ബീരാൻ്റെ കയ്യിൽ നിന്നുള്ള സത്യങ്ങളൊക്കെ നമ്മുടെ സച്ചി അറിയുന്നതും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ അശോകൻ്റെ മകളുടെ ഭർത്താവിൻ്റെ അമ്മാവനാണ് ബീരാൻ. അങ്ങനെ പയ്യൻ്റെ അമ്മാവനാണ് എന്ന് പറഞ്ഞ് ബീരാൻ അവിടെ വിവാഹ സ്ഥലത്തുണ്ട് കേട്ടോ. അവിടെ വെച്ചിട്ട് ആ സച്ചി പിടിക്കുന്നത് ബീരാൻ അവിടെ വെച്ച് ഉരുകി ഇല്ലാതാകുകയും എല്ലാവരുടെയും മുമ്പിൽ വന്ന് സത്യം തുറന്ന് പറഞ്ഞോളാന്ന് സച്ചിയോട് സമ്മതിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പാണെങ്കിൽ പാർട്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിവാഹ സ്ഥലത്ത് കുറേ ആൾക്കാരിരുന്ന് മദ്യപിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ പേര് മദ്യപിക്കുന്നുണ്ടെങ്കിലും ആ സ്ഥലത്ത് നമ്മുടെ സച്ചി കൂടി അവിടെ നിൽക്കുക. അപ്പം നമ്മുടെ ശ്രുതി ഇത് കാണുന്നുണ്ട്, സച്ചി ഇങ്ങനെ നിൽക്കുന്ന മദ്യപിക്കുന്നവരുടെ ഇടയ്ക്ക്. അങ്ങനെ സച്ചി മദ്യപിക്കുന്നുണ്ടെന്ന് ശ്രുതിക്ക് തോന്നുക. ശ്രുതി മനസ്സിൽ വിചാരിക്കുക, കൊള്ളാലോ ഇവൻ കുടി നിർത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പതേ മദ്യപിച്ച് കാലേ നിൽക്കാൻ മേലെന്നാണ് തോന്നുന്നത്. ഇവൻ ഈ വിവാഹ വീട്ടിൽ വെച്ച് ഇങ്ങനെ മദ്യപിച്ചാൽ ആകെപ്പാടെ നാണക്കേടാവും. ഇവ മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ വിളിച്ച് പറയുന്നതെന്ന് പറയാനും പറ്റില്ല. എത്രയും പെട്ടെന്ന് ഇത് അമ്മയോട് ചെന്ന് പറയണം. ഇവൻ ഇങ്ങനെ ഇവിടെ നിന്ന് മദ്യപിച്ചാൽ നമുക്ക് എല്ലാവർക്കും നാണക്കേടാകുമെന്ന്. അങ്ങനെ വിചാരിച്ചിട്ട് നമ്മളെ ശ്രുതി ചെന്ന് ചന്ദ്രയോട് പറയാം, അമ്മേ ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. അല്ല എന്താടാ? അല്ല ശ്രുതിയില്ലേ, അവനവിടെ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുക. കുറേ പേരിരുന്ന് വെള്ളം അടിക്കുന്നുണ്ട്, ആ കൂടെ ഇരുന്ന് അവനും കള്ളു കുടിക്കുക എന്ന് പറയുക. അപ്പം ചന്ദ്ര പറയേ, നാണക്കേട്, ഇങ്ങനെ ഒരു വിവാഹ സ്ഥലത്ത് എത്തിയിട്ട് നമ്മുടെ സ്റ്റാൻഡേർഡിന് ചേരുന്നതാണോ ഇവൻ? അവരുടെ എല്ലാം കൂടെ ഇരുന്ന് കുടിച്ച് ഇവിടെയെല്ലാം നാണക്കേടാക്കും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നിങ്ങനെ പറഞ്ഞിച്ച് ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. സച്ചി കുടിക്കുകയാണെന്നറിയുമ്പം ചന്ദ്രയാണെങ്കിൽ ഉടനെ തന്നെ വിളിച്ചിട്ട് രവിയോട് പറയാം, രവിയേട്ടാ ഒരു കാര്യം പറയാനുണ്ട്. സച്ചിയില്ലേ, അവൻ അവിടെ ഇരുന്ന് കുടിക്കുക, ആകെ മൊത്തം കൊളാവും. ഇത് നാണക്കേടാവും എന്നാണ് തോന്നുന്നത്. ഇങ്ങനെ നാണക്കേടായാൽ എന്താ ചെയ്യുക? വർഷയും അതുപോലെ ശ്രുതിമോളും ഒക്കെ ഇല്ലേ, അവർക്കൊക്കെ നാണക്കേടാവില്ലേ ഇത്? ഇവനെ എന്താ ചെയ്യണ്ടേ എന്നിങ്ങനെ പറയുമ്പം രവി പറയാണോ സച്ചി കുടിക്കുകയാണോ? സത്യമാണോ? വാ, ഏതായാലും ഞാൻ രേവതിയെ വിളിച്ച് പറയാം, അവനെ അവിടെ നിന്ന് വിളിച്ചിട്ട് വരാൻ. അങ്ങനെ രേവതിയെ വിളിക്കുകയാണ്. രേവതി ഇങ്ങോട്ട് വന്നേന്ന് പറയുക. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ? അതെ, നീ പറഞ്ഞ പോലൊന്നും അല്ല, സച്ചി അവിടെ ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുക. അവൻ മദ്യപിക്കുകയല്ലെന്ന് നിനക്ക് സത്യം ചെയ്ത് തന്നാലേ, എന്നിട്ട് ദേ അവിടെ ഇരുന്ന് മദ്യപിക്കുവാന്ന്. നീ ചെന്ന് അവനെ ഇങ്ങ് വിളിച്ചോണ്ട് വാ. എന്തൊരു കഷ്ടമാണ് ഇത്, ആകെപ്പാടെ നാണക്കേടാവില്ലേ എന്ന് പറയാം. അപ്പോൾ രേവതിക്ക് നല്ല വിഷമാവാണ് കേട്ടോ, സച്ചി ഇങ്ങനെ എല്ലാവരുടെയും സമക്ഷത്തിൽ ഇന്ന് ഇങ്ങനെ മദ്യപിക്കുന്നത്. അപ്പോൾ രേവതി എന്ത് ചെയ്യുക, രേവതിക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റുന്നില്ല. അങ്ങനെ ചെല്ലാൻ പറ്റാതിരിക്കുമ്പോൾ സച്ചി അവിടെ ഒരു മദ്യപിച്ചുകൊണ്ടിരിക്കുന്നവർ അവിടെ നിന്ന് വർത്താനമൊക്കെ പറയുന്നേ ഉള്ളൂ, കുടിക്കുന്നൊന്നുമില്ല കേട്ടോ. അതേസമയം ഒരു കള്ളുകുടിക്കുന്നുമായിട്ട് സച്ചി കൂട്ടിമുട്ടുമ്പോൾ അയാളുടെ കയ്യിലിരുന്ന ആ മദ്യം സച്ചിയുടെ ദേഹത്ത് ഇങ്ങനെ വീഴുന്നുണ്ട് ഡ്രസ്സിൽ. സച്ചി നാശം ഇതൊക്കെ ഇങ്ങനെ വീണല്ലോ, തനിക്ക് കണ്ണ് കണ്ടുകൂടെ, നോക്കി നടന്നുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ രേവതി പെട്ടെന്ന് വിളിക്കുന്നുണ്ട് ശ്രീകാന്തെ ഇങ്ങോട്ട് വന്ന് ഒരു കാര്യം പറയട്ടെ എന്ന് പറയാം. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എന്താ? അല്ല ശ്രീകാന്തെ, നീ ചെന്ന് സച്ചിയേട്ടനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോവാ. സച്ചിയേട്ടനാണെങ്കിൽ അവിടെ ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോവാ നീ എന്ന് പറയാം. സച്ചിയേട്ടൻ മദ്യപിക്കുന്നോ? ഞാൻ ചെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ശ്രീകാന്ത് അവിടെ നിന്ന് പോവാം. ശ്രീകാന്ത് ചെല്ലുമ്പോൾ സച്ചി അവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹത്ത് മദ്യമൊക്കെ വീണൊക്കെ ഇരിക്കുക. അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ ശ്രീകാന്ത് പറയും, സച്ചിയേട്ടാ ഇങ്ങോട്ട് വന്നേ, സച്ചിയേട്ടൻ മദ്യപിക്കുകയല്ലെന്ന് പറഞ്ഞിട്ട് ഇത്ര ആളുകളുടെ ഇടയിൽ ഇരുന്ന് ഇങ്ങനെ മദ്യപിക്കണോ? ഇതൊക്കെ മോശമല്ലേ, സച്ചിയേട്ടനോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എന്ന് പറയാം. അപ്പോൾ സച്ചിയൊക്കെ എന്താടാ നീ പറഞ്ഞേ, ഞാൻ മദ്യപിച്ചെന്നോ? നിനക്ക് എന്നെ കണ്ടിട്ട് കുടിച്ചെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല എന്ന് പറയാം.
അപ്പം ശ്രീകാന്ത് പറയാം പിന്നെ കുടിച്ചിട്ടില്ലെന്ന്. പിന്നെ ഇവിടെ എന്തെടുക്കുക? എടാ ഞാൻ വെറുതെ ഇവിടെ ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞ് നിന്നതല്ലേ, നീ നോക്കിക്കേ ഞാൻ കുടിച്ചോന്ന്. ഞാൻ കുടിക്കുകയെന്ന് പറഞ്ഞാൽ കുടിക്കുകയല്ല. നിന്നോട് ആരാ ഇത് പറഞ്ഞത് ഞാൻ കുടിച്ചെന്ന്? ഇങ്ങോട്ട് വാ നീ എന്നും പറഞ്ഞ് അടുത്തേക്ക് വിളിച്ചിട്ട് വാ വിളിച്ചിങ്ങനെ ഊതി കാണിക്കുക. എന്നിട്ട് പറയാം ഇപ്പം നീ മണം വരുന്നുണ്ടോ നിനക്ക്? ഞാൻ കുടിച്ചിട്ടുണ്ടോടാ? നീ എൻ്റെ അനിയനല്ലേ, നിനക്ക് എത്ര ബോധമില്ലേ? എന്നെക്കുറിച്ച് നീ ഇങ്ങനെയൊക്കെയാണോ വിചാരിച്ച് വെച്ചിരിക്കുന്നത് ശ്രീകാന്ത് എന്ന് ചോദിക്കുക. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അല്ല ഞാനായിട്ട് പറഞ്ഞതൊന്നും അല്ല, ഇത് എന്നോട് ഏടത്തിയാണ് പറഞ്ഞത്, രേവതി ചേച്ചിയാണ് പറഞ്ഞതെന്ന് പറയാം. രേവതിയോ? അവൾ കണ്ടോ ഞാൻ കുടിക്കുന്നത്? അവളോട് ഇതാരാ പറഞ്ഞത്? രേവതി നിന്നോട് പറഞ്ഞോ ഞാൻ കുടിച്ചെന്ന്? ആ സച്ചേട്ടനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു, അതാ ഞാൻ വന്നതെന്ന് പറയാം. ശരി ഞാൻ അവളോട് ചോദിക്കട്ടെ, അവളോട് ആരാ പറഞ്ഞത് ഞാൻ ഇവിടുന്ന് കുടിക്കുകയെന്ന്? വെറുതെ അനാവശ്യം പറയാം, എപ്പോഴും എന്നെ അങ്ങ് കുടിയനാക്കി വെച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞ് സച്ചി അങ്ങോട്ട് ചെന്ന് രേവതിയോട് ചോദിക്കുക. രേവതി എടി ഞാൻ കുടിച്ചിട്ടുണ്ടോ നീ നോക്ക്, ഞാൻ അങ്ങനെ വാക്ക് പറഞ്ഞ വ്യവസ്ഥയില്ലാത്തവനൊന്നും അല്ല എന്നും പറഞ്ഞ് രേവതിയുടെ നേരെ ഇങ്ങനെ ഊതി കാണിക്കുക. മണം ഉണ്ടോടി ഞാൻ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അപ്പം രേവതി പറയുന്നുണ്ട് ഇല്ല കുടിച്ചിട്ടില്ല, പക്ഷേ പിന്നെ നീ എന്ത് തേങ്ങായടി ഇവനോട് പറഞ്ഞത് എന്ന് ചോദിക്കുക. അപ്പം രേവതി പറയുന്നുണ്ട് അത് അച്ഛനാണ് എന്നോട് പറഞ്ഞത്, അച്ഛൻ എന്നോട് പറഞ്ഞു നീ സച്ചിയേട്ടൻ കുടിച്ചിരിക്കുകയാണ്, ചെന്ന് വിളിച്ചോണ്ട് പോവാ, ഇല്ലെങ്കിൽ പരിപാടിക്ക് ഇടയിൽ ഭയങ്കര നാണക്കേടാവുമെന്ന്, അതാ ഞാൻ വന്നേ. ആഹാ അച്ഛനോട് ഇതാരാ പറഞ്ഞത്? അച്ഛൻ അവിടെ ഇരുന്ന് ചുമ്മാ ഓരോന്ന് ആലോചിച്ച് കൂട്ടുവാണോ എന്ന് പറയാം. അപ്പോൾ അവിടെ ചെന്നിട്ട് രവിയോട് ചോദിക്കുക അച്ഛാ ഞാൻ കുടിച്ചിട്ടുണ്ടോ അച്ഛാ? അച്ഛൻ എന്തിനാ രേവതിയോട് ഞാൻ കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്? അച്ഛൻ എന്നെ സ്വപ്നം കണ്ടോ എന്ന് ചോദിക്കുക. അപ്പം രവി പറയാം ആഹാ നീ കുടിച്ചിട്ടില്ലായിരുന്നോ? എന്നോട് പറഞ്ഞത് ചന്ദ്രയാന്ന് പറയാം. അപ്പോഴത്തേക്ക് നല്ല ദേഷ്യം വരിക സച്ചിക്ക്. സച്ചി പറയാം അമ്മയോ? അമ്മ അത് പറഞ്ഞില്ലെങ്കിലേ ഉള്ളൂ, അല്ലേലും എന്നെ കുറ്റപ്പെടുത്താൻ ഓരോ കാരണങ്ങൾ നോക്കി ഇരിക്കുകയല്ലേ അവർ, അതുകൊണ്ട് സ്വപ്നം കണ്ടതായിരിക്കും എന്ന് പറയുമ്പോൾ രവി പറയാം ചന്ദ്ര ചുമ്മാ പറഞ്ഞതല്ലടാ, ചന്ദ്രയോട് സുധി വന്ന് പറഞ്ഞതാ, അവനാ ചന്ദ്രയോട് പറഞ്ഞത് നീ അവിടെ ഇരുന്ന് കുടിക്കുന്നുണ്ട് നിന്നെ ചെന്ന് വിളിക്കാൻ, അങ്ങനെ അവൾ എന്നോട് പറഞ്ഞപ്പം ഞാനത് രേവതിയോട് പറഞ്ഞതാന്ന് പറയാം. അപ്പോൾ ഉടനെ സച്ചി പറയാം അവൻ പോട്ടെ, ആ സുധി അവനാണോ വന്ന് പറഞ്ഞത്? അവനിത് പറഞ്ഞില്ലെങ്കിലേ ഉള്ളൂ, അവന് പെരുങ്കളനല്ലേ, എന്നെ എങ്ങനെയെങ്കിലും നാണം കെടുത്താൻ നോക്കിയിരിക്കുന്നവൻ, അവൻ ചെന്ന് അമ്മയെ ഇളക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും, നിങ്ങളെല്ലാം അത് വിശ്വസിക്കാനും. ഞാനിവിടെ കള്ളൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ എന്ന് പറയാം. അപ്പോൾ രവി പറയുന്നുണ്ട് നീ അതൊക്കെ ഇനി വിട്, എന്തായാലും പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കല്ലേ, നന്നായിട്ട് നടക്കുന്നുണ്ട് വിവാഹമൊക്കെ, അങ്ങനെ അശോകൻ്റെ മകളുടെ വിവാഹവും കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ അവർ പറയുകയാണ് കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബീരാൻ അവിടെ ഉണ്ട് കേട്ടോ. ബീരാനാണെങ്കിൽ പയ്യൻ്റെ അമ്മാവനാണ്. അപ്പോൾ ഉടനെ അശോകൻ ബീരാൻ്റെ അടുത്ത് ചെന്നിട്ട് സംസാരിച്ചിട്ട് പറയുന്നുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരനും മക്കളും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ, അവരെയൊക്കെ ഒന്ന് നേരിക്കണ്ട് പരിചയപ്പെടണം നിങ്ങൾ, പയ്യൻ്റെ അമ്മാവനല്ലേ ഈ വിവാഹം നടക്കാൻ, അവരൊക്കെയാണ് കാരണം, അവരുടെ മോൻ സച്ചിയൊക്കെയാണ് ഇതിനൊക്കെ കാരണം ഈ വിവാഹം നടക്കാനായിട്ട് എന്നൊക്കെ പറയണം. അപ്പം ബീരാൻ പറയും തീർച്ചയായിട്ടും ഞാൻ അവരെ കണ്ട് സംസാരിക്കുന്നുണ്ട്, അവർക്കൊരു പൂമാലയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ വിചാരിച്ചിരിക്കുകയാണ്, ഒരു ഗംഭീര സ്വീകരണം തന്നെ അവർക്ക് ഞാൻ കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പം ആ പെണ്ണിൻ്റെ പയ്യനും അച്ഛനും പറയുന്നുണ്ട് അതിന് നിങ്ങൾ നിൽക്കണം എന്ന് പറയാം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ പെൺകുട്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പം ആ വീട്ടിൽ ഒരു ഭാര്യയും ഭർത്താവും കള്ളന്മാരാണ്, ഇങ്ങനെ വിവാഹം നടക്കുന്ന വീടുകളിലും ഒക്കെ ചെന്നിട്ട് അവിടുന്ന് സ്വർണ്ണമൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന 2 പേരാണ്. അവർ 2 പേരും ഈ വിവാഹ വീട്ടിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. ആ വിവാഹ ചടങ്ങുകൾക്കിടയിലൊക്കെ എത്തിയിട്ട് എങ്ങനെയും പെൺകുട്ടിയുടെ സ്വർണ്ണം അടിച്ചു മാറ്റാനാണ് അവരിയ്ക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രേവതിയോട് ഈ അശോകൻ പറയുന്നുണ്ട് മോളെ രേവതി നീ ചെന്നാ മോളെ വിളിച്ചോണ്ട് വാ, പെൺകുട്ടിയെ വിളിച്ചോണ്ട് വാ, പയ്യൻ വരാറായി, വിവാഹത്തിനുള്ള മുഹൂർത്തം ആറായി, നീ കൂട്ടിക്കൊണ്ട് വരാൻ പറയാം. അപ്പോൾ രേവതി അങ്ങ് ചെല്ലുകയാണ് പെണ്ണിരിക്കുന്ന റൂമിലേക്ക്. പെണ്ണാണെങ്കിൽ അവിടെ മേക്കപ്പൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഒരു മാല, പെൺകുട്ടിയുടെ ഒരു മാല ഊരി അവിടെ വച്ചിരിക്കുക. അപ്പം ഒരു ഫ്രണ്ട് ചോദിക്കുന്നുണ്ടല്ല നിൻ്റെ ആ മാല എന്ത് നീ നേരത്തെ കെട്ടിരുന്ന ആ നെക്ലേസ് എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പം ഈ പെൺകുട്ടി പറയുന്നുണ്ട് ആ നെക്ലേസ് ഞാൻ ഊരി വെച്ചിരിക്കുക, ഈ ഡ്രസ്സിൻ്റെ കൂടെ ഈ സാരിയുടെ കൂടെ അത് മാച്ചല്ല, അത് പിന്നെ തിരിച്ച് വന്നിട്ട് എടുത്തിട്ട് പോകാം, അതുവരെ ഇവിടെ ഇരിക്കട്ടെ, ഇപ്പം ഈ സാരിയുടെ കൂടെ അതിട്ടിട്ട് ഭയങ്കര ഒരു വൃത്തികേടായിട്ടാണ് തോന്നുന്നത് എന്ന് പറയാം. അപ്പോൾ പറയുന്നുണ്ട് ശരി ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ സ്വർണ്ണമാല അവിടെ വച്ചിരിക്കുക. ഇതൊക്കെ അപ്പോൾ ഈ സ്ത്രീ കാണുന്നുണ്ട്. ഈ സ്ത്രീ അവിടെ കയറി കൂടിയിരിക്കുകയാണ് കേട്ടോ പെണ്ണിനെ ഒരുക്കുന്നിടത്ത്. എന്നിട്ട് പറയുന്നുണ്ട് ആ പെൺകുട്ടിക്ക് ഇറങ്ങാറൊക്കെ ആയല്ലോ, ഇതുവരെ റെഡി ആയില്ലേ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മുടെ രേവതി അവിടെയുണ്ട്. അപ്പോൾ രേവതിയെ ഇവർക്ക് അറിയത്തൊന്നുമില്ല, പക്ഷേ രേവതിയുടെ പേരൊക്കെ ഇവർ പഠിച്ചു വെച്ചിരിക്കുക. എന്നിട്ട് എല്ലാവരും അറിയാവുന്ന പോലെ പറയുക കേട്ടോ രേവതി മോളെ ദേ പെൺകുട്ടിയെ ഇറക്ക, പയ്യൻ വരാറായി, വിവാഹത്തിൻ്റെ മുഹൂർത്തമായി എന്നൊക്കെ ഇവർ ഭയങ്കര ഇടപെടല. അതേസമയം രേവതിക്ക് ഇവരെ ഒരു സംശയം തോന്നുന്നു. ഇവരോട് ചോദിക്കുക അല്ല നിങ്ങൾ ആരാ എന്ന് ചോദിക്കുമ്പോൾ പറയാം അതെ ഞാൻ പയ്യൻ്റെ പെങ്ങളുടെ അമ്മായിയമ്മയാന്ന് പറയണം. അപ്പോൾ രേവതി ചോദിക്കുക പയ്യൻ്റെ പെങ്ങളുടെ അമ്മായിയമ്മയോ? അതെ പയ്യൻ്റെ പെങ്ങളുടെ അമ്മായിയമ്മയോ, എന്നെ നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും അല്ലേ, പക്ഷെ നിങ്ങളെല്ലാവരെയും എനിക്ക് നന്നായിട്ടറിയാം, ഇറങ്ങിറങ്ങി നിങ്ങൾ ഇറങ്ങുന്നൊക്കെ പറയാം.
അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് ഒരു കത്രിക താഴെ പോവാണ് കേട്ടോ. ഇതൊക്കെ ഈ മാലയൊക്കെ പൊട്ടിച്ചെടുക്കാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന. അപ്പം പെട്ടെന്ന് രേവതി ചോദിക്കുക, എന്താ ഇത്, നിങ്ങളുടെ കയ്യിൽ എന്താ കത്രിക, ഈ കത്രിക എന്താ താഴെ പോയത്, എന്തിനാണ് നിങ്ങൾ കത്രികയും കൊണ്ട് നടക്കുന്നതെന്നൊക്കെ രേവതി ചോദിക്കുക. അപ്പോൾ അവർ പറയുന്നുണ്ട്, കത്രികയോ, ഓ അത് ഞാൻ, എന്താ നിങ്ങൾക്ക് എന്നെ സംശയമാണോ, അല്ല മോളെ രേവതി നിനക്ക് എന്നെ സംശയമാണോ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ പയ്യൻ്റെ ആളാണെന്ന്, എന്നിട്ട് പിന്നെ നിങ്ങളെന്തിനാ സംശയിക്കുന്നത്, ഞാൻ എല്ലാവർക്കും മുല്ലപ്പൂ മുറിച്ച് കൊടുത്തുകൊണ്ടിരുന്ന കത്രിക ഇത്, അതാ താഴെ പോയത്, അതിന് ഇത്രയും പറയാനുണ്ടോ രേവതി എന്നൊക്കെ ചോദിക്കുക ഇവർ. അങ്ങനെ പെണ്ണിനെയും കൊണ്ട് ഇവർ ഇറങ്ങുന്ന സമയത്ത് ഇവർ ഈ മാല കൈക്കലാക്കുകയാണ് കേട്ടോ. മാല കൈക്കലാക്കി ഇവരുടെ ഭർത്താവും കൂടെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ രേവതിക്ക് ആകെ മൊത്തം ഒരു സംശയമുണ്ട് ഇവരെ. അങ്ങനെ പെൺകുട്ടിയെ അവിടെ കൊണ്ട് ഇരുത്തി കഴിയുമ്പോഴേക്കും സച്ചിയോട് ചെന്ന് പറയാം, സച്ചിയേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം. അപ്പോൾ സച്ചി ചോദിക്കുക, എന്താ രേവതി, അല്ല ഞാനൊരു സംശയം പറയാം, അവിടെ ഒരു സ്ത്രീയെ ഞാൻ കണ്ടു, എങ്ങും പരിചയമില്ല, അവരൊന്നും ബന്ധുക്കളാണെന്ന് എനിക്ക് തോന്നുന്നില്ല, പയ്യൻ്റെ വീട്ടുകാരാണെന്നാണ് പറഞ്ഞത്. പയ്യൻ്റെ വീട്ടുകാരാണെന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്ന കണ്ട് ആ സ്ത്രീ എന്തോ ഒരു കള്ളത്തരം അവരുടെ മുഖത്തുണ്ട്, ഒരു കള്ള ലക്ഷണം, എല്ലാവരെയും കണ്ട് പേടിക്കുകയും പരിങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവരോട് ആരാണെന്ന് ചോദിച്ചപ്പം പയ്യൻ്റെ പെങ്ങളുടെ അമ്മായിയമ്മയാണെന്നാണ് പറഞ്ഞതെന്ന് പറയാം. അപ്പോൾ സച്ചി പറയേ, അങ്ങനെ പറഞ്ഞു അവർ, അതെ അങ്ങനെ പറഞ്ഞു, നിനക്ക് സംശയം തോന്നി, ഇപ്പം നീ അപ്പോൾ തന്നെ എന്നെ വിളിച്ച് പറയണ്ടായിരുന്നോ, പയ്യൻ്റെ പെങ്ങളുടെ അമ്മായിയമ്മ, പയ്യന് പെങ്ങളില്ല, പിന്നെ എങ്ങനെയാണ് അമ്മായിയമ്മ ഉണ്ടാവുക, അതുകൊണ്ട് അത് നുണയായിരിക്കും എന്ന് പറയാം. രേവതി പറയാം, സച്ചിയേട്ടാ എന്നെ എന്തോ കള്ളത്തരാ, അവർ ഒരു കള്ള ലക്ഷണം ഉണ്ടെന്ന് പറയാം. അപ്പം സച്ചി പറയാം, എവിടെ അവരെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ചെല്ലുമ്പം ഇവർ ഈ സ്വർണ്ണം അടിച്ചു മാറ്റിക്കൊണ്ട്, മാല അടിച്ചു മാറ്റിക്കൊണ്ട് ഇവർ ഭാര്യയും ഭർത്താവും കൂടെ പോകാൻ ഇറങ്ങാം. അപ്പോൾ സച്ചി പറയാം, നിന്നെ അവിടെ രണ്ടുപേരും അവിടെ നിൽക്കാൻ പറയാം. ഇവർ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഈ സ്ത്രീയാന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ പറയാം, നിങ്ങൾ ആരാന്നാ പറഞ്ഞത് എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ ഈ സ്ത്രീ പറയാം, ഞാൻ ചെറുക്കൻ്റെ വീട്ടുകാരാ എന്ന് പറയുമ്പം അവരുടെ ഭർത്താവ് പറയാണ്, ഞാൻ പെണ്ണിൻ്റെ വീട്ടുകാരാണ്. അപ്പോൾ രണ്ടുപേരും രണ്ട് തരത്തിൽ പറയുക, ആകെപ്പാടെ ഉരുണ്ട് കളിക്കുകയൊക്കെ ചെയ്യുമ്പം സച്ചിക്ക് മനസ്സിലാകുകയാണ് ഇത് ഉരുണ്ട് കളിയാണെന്നുള്ള കാര്യം. അപ്പോൾ സച്ചി പിടിച്ചിട്ട് അയാൾക്കിട്ട് ഒന്ന് കൊടുക്കുക, എന്നിട്ട് പറയാം, സത്യം പറഞ്ഞോ നിങ്ങൾ ആരാണെന്ന്, നിങ്ങൾ പയ്യൻ്റെ വീട്ടുകാരാണോ പെണ്ണിൻ്റെ വീട്ടുകാരാണോ അതോ കള്ളന്മാരാണോ എന്ന് ചോദിക്കുക. അപ്പോൾ അവർ പേടിച്ച് വിറച്ച് ഇങ്ങനെ നിൽക്കുക. അന്നേരം കയ്യിലൊരു ബാഗ് കാണുകയാണേ. അപ്പോൾ സച്ചി ചോദിക്കുക, ആ ബാഗിൽ തന്നെ എന്താ അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്, അല്ല ഇത് എൻ്റെ ബാഗാണെന്നാ സ്ത്രീ പറയുക. നിങ്ങളുടെ ബാഗോ, ഒന്ന് തന്നേ നോക്കട്ടെ, ഇവിടെ എന്തോ കള്ളത്തരം കാണിച്ച് അടിച്ചു മാറ്റാൻ വന്നതല്ലേ നിങ്ങൾ, രണ്ടിനെയും കണ്ടറിയാം പേരും കള്ളനും കള്ളിയാണെന്ന്, വെളച്ചിലെടുക്കരുത്, അടിച്ച് ഞാൻ പല്ല് കളയും എന്ന് പറയാണ്. അപ്പോഴേക്കും ഭയങ്കര ബഹളമൊക്കെ ആയിട്ട് ആളുകളൊക്കെ വരിക. ഇവിടെ ഈ സച്ചിയും രേവതിയും കൂടെ ഇവരോട് ചോദ്യം ചെയ്യുന്നതും വഴക്ക് പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് എല്ലാവരും ഓടി വരിക. പെണ്ണിൻ്റെ അച്ഛൻ അശോകനും എല്ലാവരും ഓടി വരിക. എന്നിട്ട് ചോദിക്കുന്നുണ്ട് അശോകൻ, എന്താ സച്ചി എന്ന് ചോദിക്കുമ്പോൾ പറയാം, ഇവരെ കണ്ടില്ലേ, ഇവർ രണ്ടുപേരും ചെറുക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും ഒക്കെയാണെന്ന് പറഞ്ഞ് ഇവിടെ കയറി കൂടിയത് രണ്ടെണ്ണം, എന്നിട്ട് ഇവിടെ നിന്ന് എന്തോ മോഷ്ടിച്ച് പോകാനുള്ള പരിപാടിയാണ്, ബാഗ് ഇങ്ങനെ നോക്കട്ടെ എന്ന് പറഞ്ഞ് ബാഗ് മേടിച്ച് നോക്കുമ്പോഴേക്കും ബാഗ് ഇട്ടിട്ട് ഓട്ടാ. സച്ചി ആണെങ്കിൽ പുറകെ ഓടുന്നുണ്ട്. പക്ഷെ പുറകെ ഓടുമ്പോഴും അവരവിടുന്ന് ബൈക്കിൽ കയറി അങ്ങ് രക്ഷപ്പെട്ട് പോവാ, അവരെ കിട്ടുന്നില്ല കേട്ടോ. പക്ഷെ ബാഗ് തുറന്ന് നോക്കുമ്പം അതിൽ ആ പെണ്ണിൻ്റെ മാല നെക്ലേസ് ഇരിപ്പുണ്ട്. അപ്പോൾ ഉടനെ പെണ്ണിൻ്റെ അച്ഛൻ പറയാം, അവർ പോയെങ്കിൽ ആ നെക്ലേസ് നമുക്ക് തിരിച്ചു കിട്ടിയല്ലോ, ഇത് മോഷ്ടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് രണ്ടെണ്ണവും വന്നത്, കള്ളനും കള്ളിയാ, ഇതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി സച്ചി എന്ന് ചോദിക്കുക. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, രേവതിക്ക് തോന്നി ഇവരെ കണ്ടപ്പോഴേ സംശയം, രേവതി എന്നോട് പറഞ്ഞു, അങ്ങനെ ഞാൻ ചോദിച്ചതാ, ഏതായാലും നന്നായി രേവതിക്ക് അന്നേരം സംശയം തോന്നിയത് എന്ന് പറയുമ്പം അശോകൻ പറയാം, നന്നായി സച്ചി രേവതി ഇത് കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു, അതുകൊണ്ട് തന്നെ പെണ്ണിൻ്റെ മാല പോകാതെ കിട്ടി, ഇല്ലെങ്കിൽ ഇത്രയും സ്വർണ്ണം ഇപ്പം നഷ്ടപ്പെട്ടെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ, കള്ളന്മാർ വിവാഹ വീട്ടിലും കടന്നു കൂടിയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിക്കുകയാണ് കേട്ടോ. അപ്പോൾ രേവതിയോടും സച്ചിയോടും പറയുന്നുണ്ട്, നിങ്ങളെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ, ഇങ്ങനെ ഒരു സമയത്ത് ആ കള്ളന്മാരെ പിടിക്കാൻ പറ്റിയില്ല എന്ന് ചോദിച്ച് നല്ല രീതിയിൽ അവരെ അങ്ങ് പൊക്കുക. അങ്ങനെ വിവാഹമൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കുകയാണ് കേട്ടോ. വിവാഹം ഭംഗിയായിട്ടൊക്കെ നടന്നു കഴിയുമ്പോഴേക്കും രവിയൊക്കെ ഉണ്ട്. രവിയാണേലും സച്ചിയോട് എന്ന് പറയുന്നുണ്ട്, സച്ചി നിങ്ങൾ ആ കള്ളനെയൊക്കെ പിടിച്ചത് നന്നായി കേട്ടോ രേവതി മോളെ എന്നൊക്കെ പറയുക. അതൊക്കെ കഴിയുമ്പോൾ ഇവരെല്ലാവരും വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ പാർട്ടി കൂടിയുണ്ട്. ആ ഫംഗ്ഷന് കൂടി നിന്നിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. അതേ സമയത്തേക്ക് രേവതിക്കും ശ്രുതിക്കും ഒക്കെ പോകണമെന്ന് പറയാണ്. വർഷയ്ക്ക് ശ്രീകാന്തിനും പോകണം, ശ്രീകാന്തിനാണെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോകണം, ഇനിയും വൈകിട്ട് നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയുക. അങ്ങനെ ശ്രുതിക്കും പോകണമെന്ന് പറഞ്ഞ് ശ്രുതിയും രേവതി ശ്രീകാന്തും വർഷയും അതുപോലെ തന്നെ രവിയും ചന്ദ്രയൊക്കെ പോവാ, ഇനി നിൽക്കാനൊന്നും പറ്റില്ല, വൈകിട്ടത്തെ ഫംഗ്ഷന് ഞങ്ങളാരും നിൽക്കുന്നില്ല, അതുകൊണ്ട് സച്ചിയും രേവതി ഇവിടെ നിന്നോണം എന്ന് പറയാം. അപ്പോൾ രവി പറയുന്നുണ്ട്, സച്ചി നീയും രേവതി ഇവിടെ നിൽക്ക്, നമ്മളെല്ലാവരും കൂടെ പോയാൽ അത് മോശമല്ലേ,
അശോകൻ എന്തു തോന്നും? അതുകൊണ്ട് വൈകിട്ടത്തെ ഫംഗ്ഷന് നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കണം കേട്ടോ, ഞങ്ങളങ്ങ് പോവാ എന്ന് പറയാം. അപ്പം സച്ചി പറയുന്നുണ്ട്, ശരി ഞങ്ങളിവിടെ നിന്നോളാം, ഞങ്ങൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വന്നോളാം, നിങ്ങൾ പോയിക്കോളാം പറയാം. അങ്ങനെ അവരെല്ലാവരും അങ്ങ് പോവുകയാണേ. അതേസമയം സച്ചി രേവതി അവിടെ നിൽക്കുകയാണ് ഫംഗ്ഷന് വേണ്ടിയിട്ട്. അതേ സമയത്ത് നമ്മുടെ ബീരാനാണ് കലവറയിലൊക്കെ ഉണ്ട്. ബീരാൻ അവിടെ പാചകത്തിലൊക്കെ ഹെൽപ്പ് ചെയ്യും, അങ്ങനെ ഭയങ്കര പരിപാടിയാണ്. പയ്യൻ്റെ അമ്മാവനല്ലേ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ പെണ്ണിൻ്റെ അച്ഛൻ അശോകൻ പറയുന്നുണ്ട് ബീരാനോട്, അതെ അമ്മാവ ഇവിടെ നടന്നു നോക്കി അറിഞ്ഞില്ലേ, ഒരു കള്ളിയും കൂടെ വന്നിട്ട് മാല മോഷ്ടിക്കാൻ വന്നു. അവരെ പിടിച്ചതേ സച്ചിയും രേവതിയും കൂടിയാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട് രവിയുടെ മകനായി ഈ സച്ചിയും രേവതിയും നല്ല ആളുകളാണ് കേട്ടോ. അവർ ആ കള്ളനെ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ആ മാലയും കൊണ്ട് അവർ പോയേനെ. ഏതായാലും നല്ല ആൾക്കാരാണ്. പയ്യൻ്റെ അമ്മാവനെ പരിചയപ്പെടുത്തി തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മാവനും അവരെ ഒന്ന് പരിചയപ്പെടണമെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ബീരാന് മനസ്സിലാകുന്നൊന്നുമില്ലല്ലോ സച്ചിയാണെന്ന്. അപ്പോൾ ബീരാൻ പറയാണ്, ഞാൻ അവരെ പരിചയപ്പെടാനിരിക്കുക, അല്ലെങ്കിലും സുഹൃത്തുക്കളായതുകൊണ്ട് മാത്രമല്ല, അത്രയും ധീരമായ പ്രവൃത്തി ചെയ്ത് അവരെ മാലയിട്ട് ഞാൻ സ്വീകരിക്കും. അതിനായിട്ട് മാലയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് പറയാം. അപ്പോഴേക്കും പറയുന്നുണ്ട്, ശരി അവരെ കാണിക്കാം, വാ അവരെ കണ്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ബീരാനെ കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ നമ്മുടെ അശോകൻ. എന്നിട്ട് സച്ചിയുടെയും രേവതിയുടെയും മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് പറയുക, ദേ ഇവരാണ് സച്ചിയും രേവതിയും എന്ന് പറയുമ്പം ഇവർ തിരിഞ്ഞു നോക്കിയേ ബീരാനെയാണ് കാണുന്നത്. ബീരാനാണെങ്കിൽ ഞെട്ടി വിറച്ച് ഇല്ലാണ്ടാവുകയാണ് കേട്ടോ. അപ്പോഴേക്ക് ഈ അശോകൻ ഇതൊന്നും അറിയുന്നില്ലല്ലോ. അശോകൻ സച്ചിയോട് പറയാം, ദേ സച്ചി ഇതാണ് ബീരാൻ, ഇത് പയ്യൻ്റെ അമ്മാവനാണ് കേട്ടോ എന്ന് പറയാം. അപ്പോൾ സച്ചി നോക്കി, ഇത് പയ്യൻ്റെ അമ്മാവനോ? അതെ ഇത് പയ്യൻ്റെ അമ്മാവനാണ്. ഇദ്ദേഹമേ ഇവിടെ ഒരു കോഴിക്കട നടത്തുക, ഒരിറച്ചിക്കട, നല്ല ഇറച്ചിയാണ് വിൽക്കുന്നത്. വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ ഇറച്ചിക്കട നടത്തുക. നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. ഈ നിങ്ങളെപ്പോലെ തന്നെ ഇദ്ദേഹവും മുൻകൈ എടുത്തത് കൊണ്ടാണ് ഈ വിവാഹം ഇത്രയും ഭംഗിയായിട്ട് നടന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ കുശിനിയിലൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഈ ബീരാൻ. ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് എന്ന് പറയാം. അപ്പോൾ ബീരാൻ ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കുക. അപ്പോൾ ഉടനെ സച്ചി ചോദിക്കുക, ഇത് ബീരാനാണോ എന്ന് ചോദിക്കുക. അതെ ബീരാനല്ല. എന്താ സച്ചി അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല. അപ്പം ഇത് ബീരാനല്ലേ എന്നും പറഞ്ഞു ബീരാൻ്റെ അടുത്തേക്ക് സച്ചി ചെല്ലുക. അപ്പോൾ ബീരാൻ ഇങ്ങനെ കൈ കൂപ്പിക്കൊണ്ട്, സച്ചി എന്നെ ഉപദ്രവിക്കരുത്. അപ്പം നിങ്ങൾ ആ മലേഷ്യക്കാരനല്ലേ? അങ്ങനെ ഞങ്ങളുടെ പാർലർ ഇടത്തിടെ ഇളയച്ചനും അല്ല അല്ലേ? നിങ്ങൾ മലേഷ്യക്കാരനാണെന്നും പാർലർ ഇളയച്ചനാണെന്നും ഒക്കെ പറഞ്ഞാണല്ലോ ഞങ്ങളുടെ വീട്ടിൽ കിടന്ന് കറങ്ങിയത്. ഇപ്പം നിങ്ങൾ ബീരാൻ, ഇവിടുത്തെ പയ്യൻ്റെ അമ്മാവൻ അല്ലേ എന്ന് ചോദിക്കുമ്പം ബീരാൻ പറയാ തൊഴുതുകൊണ്ട്, സച്ചി ഇതൊരു വിഷയമാക്കല്ലേ, ഇവിടെ കിടന്ന് എന്നെ ഒരു കള്ളനാക്കരുത്. എൻ്റെ ഗതികേടുകൊണ്ട് ഞാൻ ആ സമയത്ത് ശ്രുതിയോട് സമ്മതിച്ചതാണ്. കുറച്ച് പണം കൈ തടയുന്ന കേസായതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. ദേ സച്ചി എന്നെ ഉപദ്രവിക്കരുത്, എന്നെ നാണം കെടുത്തരുത് എന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ സച്ചി പറയാം, ഞാൻ നിങ്ങളെ നാണം കെടുത്തുന്നൊന്നുമില്ല, നിങ്ങളല്ലേ എൻ്റെ വീട്ടിൽ വന്ന് നാടകം മുഴുവൻ കളിച്ചത്. അപ്പം നിങ്ങൾ ബീരാനുമല്ല പാർലയിടത്തിയുടെ ഇളയച്ചനുമല്ല. അപ്പം ഞങ്ങളുടെ പാർലയിടത്തി മലേഷ്യക്കാരിയല്ല. പാർലയിടത്തിയുടെ അച്ഛനും അമ്മയൊന്നും മലേഷ്യയിലില്ല അല്ലേ? ഇത് സത്യമല്ലേ ബീരാനെന്ന് ചോദിക്കുക. അപ്പോൾ ബീരാൻ പറയുന്നുണ്ട്, അതൊക്കെ സത്യ സച്ചി, അതൊക്കെ സത്യ, എല്ലാം ഞാൻ പറയാമെന്ന് പറഞ്ഞ് സച്ചിയോടും രേവതിയോടും എല്ലാ കഥകളും നമ്മുടെ ശ്രുതിയെക്കുറിച്ചിട്ടുള്ള സത്യങ്ങൾ മുഴുവൻ പറയാണ് ബീരാൻ. അത് കേട്ട് കഴിയുമ്പോൾ സച്ചി പറയാം, ബീരാൻ ഇനി ഒരു കാര്യം കൂടെ ചെയ്യണം, ഇല്ലെങ്കിൽ താൻ നേരെ നടുവ് നിവൃത്തി ഇവിടുന്ന് പോകത്തില്ല എന്ന് പറയാം. അപ്പോൾ ബീരാൻ പറയുന്നുണ്ട്, എന്ത് വേണേലും ചെയ്യാം സച്ചി, എന്നെ അടിക്കരുത്, എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കരുത് എന്ന് പറയാം. ഞാൻ പോലീസിനെ കൊണ്ടൊന്നും പിടിപ്പിക്കുകയില്ല, ബീരാൻ ഞങ്ങളുടെ കൂടെ എൻ്റെ വീട്ടിൽ വരണം. ഞങ്ങളുടെ പാർലറിടത്തിയുള്ള ഞങ്ങളുടെ വീട്ടിൽ വന്ന് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും അതുപോലെ പാർലറിടത്തിൻ്റെയും ആ പൊട്ടൻ സുധിയുടെയും ഒക്കെ മുമ്പിൽ നിന്ന് ഈ സത്യങ്ങളൊക്കെ ഒന്നുകൂടെ വിളിച്ച് പറയണം എന്ന് പറയാം. അപ്പം ബീരാൻ പറയുന്നുണ്ട്, അത് വേണോ? ഞാൻ അവിടെ വന്ന് ഇതൊക്കെ പറയുമ്പം അവരെല്ലാവരും കൂടെ എന്നെ പഞ്ഞിക്കിടുകയല്ലേ? ഒന്നും ചെയ്യത്തില്ല, നീ വാ, അവിടെ വന്ന് എല്ലാ വിവരങ്ങളും ഒന്ന് വിളിച്ച് പറയണം, പറ്റിയല്ലെന്ന് ചോദിക്കുക. അപ്പോൾ സച്ചി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പം ബീരാൻ പേടിച്ചു പോവുക. ബീരാൻ പറയാം, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് സച്ചി അങ്ങനെ ബീരാനെയും കൂട്ടിക്കൊണ്ട് നേരെ ചന്ദ്രോദയത്തിലേക്ക് പോവാണ്. അപ്പോൾ ചന്ദ്രോദയത്തിൽ ചെന്ന് സച്ചിയും രേവതി ഇറങ്ങി ചെല്ലുമ്പോഴേക്കും രവി ചോദിക്കുക, സച്ചി രേവതി ഇങ്ങനെ വന്നോ? അപ്പം നിങ്ങൾ ഫംഗ്ഷനൊന്നും നിന്നില്ലേ? പാർട്ടിയൊക്കെ കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ പോകുന്നത് എന്നാന്ന് ചോദിക്കുക. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, പാർട്ടിക്കൊന്നും നിൽക്കാൻ പറ്റിയില്ല, അതെ വേറെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നിന്നില്ല എന്ന് പറയാം. അപ്പോൾ ചന്ദ്ര ചോദിക്കുക, എന്താടാ പ്രശ്നം? നീ അവിടെ കള്ളു കുടിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുക. കള്ളു കുടിച്ച് ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല, എല്ലാവരെയും വിളിച്ചിറക്ക്, ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം, എല്ലാവരും കൂടെ അതൊന്ന് കാണട്ടെ എന്ന് പറയാം.
എന്താണ് അല്ല എല്ലാവരെയും വിളിക്കും, പാർലറെടുത്തിയേയും ആ സുതിയേയും എല്ലാവരെയും വിളിക്കുമെന്ന് പറയാം. അപ്പോൾ രവി എല്ലാവരെയും വിളിക്കുക, എല്ലാവരും വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ ബീരാനെ വിളിക്കുക, ബീരാനെ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് സച്ചി വിളിക്കാം. ബീരാനോ എന്ന് പറഞ്ഞ് ചന്ദ്രൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അപ്പോൾ ബീരാൻ ഇങ്ങനെ കയറി വരികയാണ്. അത് കാണുമ്പോൾ നമ്മുടെ ശ്രുതിയുടെ കാറ്റങ്ങ് പോവാണേ. ശ്രുതി പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുക. ബീരാനോ സച്ചി ഇയാളെയും പിടിച്ചോ, മൊത്തത്തിൽ കുളമായോ, ഇനിയിപ്പോൾ സത്യങ്ങളെല്ലാം അറിഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് ബീരാനാണെങ്കിൽ തല കുനിച്ച് ഈ സത്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ചന്ദ്രോദയത്തിലേക്ക് കയറി വരിക. അപ്പോൾ ചന്ദ്ര പറയാം, ഇത് നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചനല്ലേ? അല്ല, ഇളയച്ചൻ എന്നാ മലേഷ്യയിൽ നിന്ന് വന്നതെന്ന് ചോദിക്കുക. അപ്പോൾ ബീരാൻ ഒന്നും കിട്ടുന്നില്ലേ, ഇങ്ങനെ നിൽക്കുക. ഇനിയിപ്പോൾ സത്യങ്ങളൊക്കെ അവിടെ വിളിച്ച് പറയാനായിട്ട് പോവാണ്. ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം പിടിക്കാൻ പോവാണേ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്